ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് മെർലിൻ. ഇന്ന് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ ഗസ്റ്റിന്റെ പേര് ജയ്മോൾ. ജയ്മോൾ ജേക്കബ് ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആണ്. അറൌണ്ട് 6 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ജയ്മോൾ സ്പീച്ച് തെറാപ്പിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കുറെ സർട്ടിഫിക്കേഷൻസും ഉണ്ട്. അപ്പം ജയ്മോളുടെ കൂടെ ഇന്നൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആവാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ഒരുപാട് പേരൻസിന് സ്പീച്ച് ഡിലേ, എക്കോലേലിയ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള കുട്ടികളുടെ പേരൻസിനെ ഹെൽപ്പ് ചെയ്യും. അപ്പം വെൽക്കം ടു റൈൻസ് ഓട്ടിസം സ്പെക്ട്രം, ജയ്മോൾ. Thank you. Thank you for giving this opportunity. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യുന്നത് പൂനെയിലാണ്. റൈസ് റീഹാബിലിറ്റേഷൻ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്, കൺസൾട്ടന്റ് ആയിട്ട്. ഓക്കെ. മെയിൻ ആയിട്ട് കുട്ടികളുടെ കൂടെയാണോ വർക്ക് ചെയ്യുന്നത് അതോ അഡൽസിന്റെ കൂടെയാണോ? മെയിൻ ആയിട്ട് ഇപ്പൊ പീഡിയാട്രിക്സ് ആണ് ഉള്ളത്. അതിനകത്ത് കാറ്റഗറി വരുന്നത് ASD, ADHD, ഡൗൺ സിൻഡ്രോം, IDD ഉള്ള കുട്ടികൾ, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ ഡിസോർഡർ ഉള്ള കുട്ടികൾ, അങ്ങനെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇന്നിപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് എക്കോലേലിയെ കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ ജയ്മോളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റോട്ട് ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണല്ലോ. പല പേരൻസും കേട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് പറയുകയാണ് കുട്ടി GLP ആണ്, വേറെ ഒരു ഡിഫറെന്റ് വേയിലാണ് കുട്ടി പ്രോസസ് ചെയ്യുന്നത്. നമ്മൾ അന്നേരം നമ്മുടെ സൊസൈറ്റിയിൽ നോക്കുമ്പോൾ ന്യൂറോ ടിപ്പിക്കൽ കുട്ടികളെ നോക്കുമ്പോൾ നമ്മുടെ കുട്ടിക്ക് എന്തോ ഒരു ഡിഫറൻസ് നമുക്ക് കാണുന്നുണ്ട്. ലാംഗ്വേജ് അച്ചീവ് ചെയ്യാനായിട്ട് ഒരു ഡിഫറൻസ് കാണുന്നുണ്ട്. പക്ഷെ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാകണമെന്നില്ല. ജസ്റ്റോൾട്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതൊരു ഹോൾ എന്നാണ്, ഒരു പാറ്റേൺ അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്നുള്ള ഒരു മീനിങ് ആണ് അതിനുള്ളത്. അന്നേരം കൂടുതൽ ചങ്ക്സ് ആയിട്ടാണ് കുട്ടികൾ ലാംഗ്വേജ് പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ന്യൂറോ ടിപ്പിക്കൽ എന്ന് ഇപ്പൊ പറഞ്ഞില്ലേ, അപ്പൊ എന്താണ് ന്യൂറോ ടിപ്പിക്കൽ? അപ്പൊ ആരാണ് ന്യൂറോ ടിപ്പിക്കൽ ആയിട്ടുള്ള ആൾക്കാർ? അല്ലെ അത് അതിന്റെ എന്താണ് സിഗ്നിഫിക്കൻസ്? ഇപ്പൊ ന്യൂറോ ടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂറോ ടിപ്പിക്കൽ എന്ന് പറഞ്ഞാല് എല്ലാ മൈൽ സ്റ്റോൺസും, സ്പീച്ച് മൈൽ സ്റ്റോൺസ് ആണെങ്കിലും കോഗ്നിഷൻ, ഇമോഷണൽ, സോഷ്യൽ, അങ്ങനത്തെ എല്ലാ മൈൽ സ്റ്റോൺസും ആ ഏജിൽ അവർ അച്ചീവ് ചെയ്യും. ഇപ്പം 1 വയസ്സില് 1 വേർഡ്സ് അവര് മീനിങ് ഫുൾ ആയിട്ട് പറയാൻ തുടങ്ങും. പപ്പായെ നോക്കി പപ്പ, അമ്മയെ നോക്കി അമ്മ എന്ന് പറയും. 1.5 വയസ്സില് കൂടുതൽ വേർഡ്സ് അവർ പറയും, മീനിങ് ഫുൾ വേർഡ്സ്. 2 വയസ്സിൽ 2 വേർഡ് കോമ്പിനേഷൻ. അങ്ങനെ എല്ലാ ഡെവലപ്മെന്റും നോക്കുവാണെങ്കിൽ അവർ ടിപ്പിക്കലായിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അവരുടെ ബ്രെയിനിലും കണക്ഷൻസ് എല്ലാം ഇൻടാക്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് ന്യൂറോ ടിപ്പിക്കൽ. അന്നേരം നമ്മൾ കൂടുതൽ ഇന്ന് സംസാരിക്കുന്ന ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള കുട്ടികൾ, ആൾക്കാരെ പറ്റിയാണ്. ന്യൂറോ ഡൈവേർജൻസിന്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ ഡിഫറൻസ്. ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദ ബ്രെയിൻ. അന്നേരം അവരുടെ ബ്രെയിനില് ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. അവരുടെ കണക്ഷൻസ് എല്ലാം അവിടെയും ഇവിടെ എല്ലാം കണക്ട് ആയിട്ടാണ് ഇരിക്കുന്നത്, ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ്. അതുകൊണ്ട് ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് ബ്രെയിനിന്റെ വയറിങ് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ബ്രെയിനിന്റെ വയറിങ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് അവർ ലാംഗ്വേജ് പ്രോസസ് ചെയ്യുന്നത്, സെൻസറി കാര്യങ്ങൾ സെൻസസ്, ഇപ്പം ടച്ച് ആണെങ്കിൽ, അവർ കാണുന്നതാണെങ്കിലും അതിനെല്ലാം വ്യത്യാസമാണ്. അവരുടെ ഇമോഷൻസ് വ്യത്യാസമായിരിക്കും. അതിനെയാണ് നമ്മൾ ന്യൂറോ ഡൈവേർജന്റ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂറോ ഡൈവേർജന്റ് എന്ന് പറയുമ്പോൾ ഈ ടിപ്പിക്കൽ അല്ലാത്ത എല്ലാവരും ന്യൂറോ ഡൈവേർജന്റ് ആണോ? അതായത് ഓട്ടിസം, ADHD, ഡൗൺ സിൻഡ്രോം, ഈ ആൾക്കാരെല്ലാരും ന്യൂറോ ഡൈവേർജന്റ് ആണ്? അതെ അതെ. ന്യൂറോ ഡൈവേർജന്റ് കാറ്റഗറി വരുന്നവരാണ് ഓട്ടിസം, ADHD, ഡിസ്ലെക്സിയയുടെ എല്ലാ കാറ്റഗറിയും, ഡിസ്കാൽക്കുലിയ, പിന്നീട് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ ഡിസോർഡർ, അതെല്ലാം ടൂറെറ്റ് സിൻഡ്രോം, അതെല്ലാം ന്യൂറോ ഡൈവേർജന്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഓൾറെഡി അവരുടെ ബ്രെയിനിൽ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പം ഇപ്പൊ നമ്മൾ പറയുന്നു ഈ എക്കോലേലിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ, എക്കോലേലി ഇപ്പം എന്റെ മോന് റയന് എക്കോലേലിയ ഉണ്ട്. അത് പക്ഷെങ്കില് അവൻ ഓട്ടിസ്റ്റിക് ആണ്. അപ്പം എക്കോലേലി ഓട്ടിസത്തിൽ മാത്രമാണോ കാണുന്നത് അതോ മറ്റുള്ള ഈ ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള ആൾക്കാരിലും എക്കോലേലിയ ഉണ്ടോ? ASD ഓട്ടിസത്തിൽ നമ്മൾ ഇക്വലേലിയ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ADHDയിലും കാണുന്നുണ്ട്. പിന്നെ ഇക്വലേലിയ ഓട്ടിസത്തിൽ മാത്രമല്ല ADHDയിലും നമ്മൾ ഇക്വലേലിയ കാണാറുണ്ട്. ഓക്കെ. പിന്നീട് നമ്മള് ഇന്റലക്ച്വൽ
ഡെവലപ്മെന്റൽ ഡിസോർഡറിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും? അവർക്ക് സെൽഫ് ടോക്ക് ആയിരിക്കും കൂടുതലുള്ളത്. സെൽഫ് ടോക്ക് ഡിഫറെന്റ് ആണ്, ഇക്കളേലിയമായിട്ട് ഡിഫറെന്റ് ആണ്. ഓക്കെ ഓക്കെ ഇപ്പൊ കളിച്ചോണ്ടിരിക്കുമ്പം എന്തെങ്കിലും പറയുക, അവര് തന്നെ ഓക്കെ മമ്പിള് ചെയ്യുക, അതാണ് സെൽഫ് ടോക്ക് എന്നൊക്കെ പറയുന്നത്. അവരായിട്ട് ഓക്കെ അല്ലെ പതുക്കെ പതുക്കെ എന്തേലും പറയുക, അത് ഡിഫറെന്റ് ആണ്. ഓക്കെ ഇക്വലേലിയ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഒരു 2 വയസ്സിൽ 3 വയസ്സിലൊക്കെ ഇക്വലേലിയ ഉണ്ടേ നോർമൽ ആണ്. അപ്പൊ ഈ എക്കൊലേലിയ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം എനിക്ക് ഇങ്ങനെ മക്കളുള്ളത് കൊണ്ട് എനിക്ക് എക്കൊലേലിയ അറിയാം എന്താണെന്ന്. എക്കൊലേലിയ എന്താണെന്ന് നമ്മുടെ വ്യൂവേഴ്സിനൊന്ന് പറഞ്ഞു തരാമോ? മീൻസ് എക്കൊലേലിയ എന്ന് പറഞ്ഞ സംഭവം അതെന്താണെന്നുള്ളത്. ഇക്വലേലിയ എന്ന് പറഞ്ഞാല് റെപ്പറ്റീഷൻ ഓഫ് ലാംഗ്വേജ് അട്ടറൻസ് എന്നാണ് ഉള്ളതാണ്. അതായത് ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ എന്നോട് ഹൗ ആർ യു എന്ന് ചോദിക്കും, തിരിച്ചിങ്ങോട്ട് പറയാം. തിരിച്ചു പറയും. റെപ്പറ്റീഷൻ, ഐ ആം ഫൈൻ എന്ന് പറഞ്ഞാൽ ഉടനെ ഐ ആം ഫൈൻ. അത് 2 തരത്തിലുള്ളതാണ് ഉള്ളത്. ഞാനിപ്പോ പറയുമ്പോ ഉടനെ പറഞ്ഞാല് അത് ഇമ്മീഡിയറ്റ് ഇക്വലേലിയ. ഡിലേ വേറെ കാറ്റഗറിയാണ് ഡിലേഡ് ഇക്വലേലിയ. അത് പലതും ആകാം. നമ്മൾ കുട്ടികൾ കാണുന്ന കാർട്ടൂണിലെ എന്തെങ്കിലും ഡയലോഗ്സ്, അതൊക്കെ ചിലപ്പോ 1 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത്, അല്ലെ 2-3 മാസം കഴിഞ്ഞിട്ട് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യും. ഇതാണ് ഡിലേഡ് ഇക്വലേലിയ. ഞാൻ കേട്ടിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാല് പേരൻസ് പറയാറുണ്ട്, സ്ക്രീൻ ടൈം 1 വർഷമായിട്ട് കാണുന്നേ ഇല്ല കുട്ടി, അല്ലെ 6 മാസമായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണേലും അന്ന് കണ്ട ഡയലോഗ് ഇപ്പൊ പറയും, അന്ന് കണ്ട പാട്ടുകൾ ഇപ്പോഴും പറയും. അതാണ് ഡിലേഡ് ഇക്വലേലിയ. ഓക്കെ, അപ്പം നമ്മൾ ഈവൻ ഇഫ് കുട്ടി സംസാരിക്കുന്നില്ലെങ്കിലും ഈ കുട്ടികൾ നമ്മൾ കേൾക്കുന്ന കാര്യമെല്ലാം അവരുടെ ബ്രെയിനിൽ പതിയുന്നുണ്ട്. കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് ആ സ്പീച്ചിന്റെ ആ ഒരു എബിലിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകുമ്പോൾ അവരത് ചിലപ്പോൾ പറയും. അപ്പൊ അതിന്റെ അകത്ത് അവരുടെ മെമ്മറിയിൽ അത് ഉണ്ടെന്നാണ്. അതെ അതെ, അവരുടെ ആ മെമ്മറി നല്ലതായത് കൊണ്ടാണ് അവരത് പറയുന്നത്, അല്ലെ? ഒരു ലോങ് ടേമിലേക്ക് അവരത് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവിടുന്ന് റിട്രീവ് ചെയ്താണ് അവരിത് പറയുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് നമുക്ക് എനിക്ക് ആസ് എ പേരന്റ് എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാല് നമ്മളിപ്പം ഈവൻ ഇഫ് കുനിഞ്ഞു പോയി അപ്പം ഈവൻ ഇഫ് ആസ് എ പേരന്റ് ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് തെറപ്പി കൊടുക്കുമ്പോൾ കുട്ടികൾ ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് സംസാരിച്ചില്ലെങ്കിലും അതൊക്കെ അവരുടെ മൈൻഡിൽ പതിയുന്നുണ്ട്. അപ്പം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് തെറപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ അവര് സംസാരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതെ, ഇപ്പൊ നമ്മള് തെറപ്പി എടുക്കുന്ന ഒരു കുട്ടി ചിലപ്പം അന്നേരം അവര് കളിച്ചോണ്ടിരിക്കുവായിരിക്കാം, അവര് ഭയങ്കരമായിട്ട് ഒരു ടോയ് വെച്ച് കളിക്കുമായിരിക്കും. ബട്ട് നമ്മള് ഓൾറെഡി അവരെല്ലാം കേൾക്കുന്നുണ്ടെന്ന് നമ്മൾ അങ്ങ് പ്രസ്യൂം ചെയ്യും. ഏതൊരു കുട്ടി വന്നാലും അങ്ങനെ പറഞ്ഞു. ഇപ്പൊ എന്റെ മോന്റെ സ്പീച്ച് തെറാപ്പിസ്റ്റ് പറഞ്ഞത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എന്തെങ്കിലും സ്പീക്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് വെച്ചിട്ടോ എന്തെങ്കിലും നമ്മൾ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ പാട്ടുകളോ ഒക്കെ വെച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം കുഞ്ഞുങ്ങള് നമ്മൾ വിചാരിക്കും അവർ ശ്രദ്ധിക്കുന്നില്ലെന്ന്, പക്ഷെ അവർ ആക്ച്വലി അതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ മൈൻഡിലോട്ട് വരുന്നുണ്ട്. അത് ബെനിഫിഷ്യൽ ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മളൊരു കാം ഡൗൺ ചെയ്യാനൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു കാം ഡൗൺ, ഇപ്പൊ ലൈക്ക് ഭയങ്കര ഒരു ഡിസ്റെഗുലേഷൻ ആണ്, അന്നേരമൊക്കെ ചിലരാണെങ്കിൽ സ്ലോഗൻസ് ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു എൻവയൺമെന്റൽ സൗണ്ട്സ്, ഇപ്പം കിളികൾ അലിക്കുന്നത്, നേച്ചറിന്റെ സൗണ്ട്സ് ഒക്കെ, അതൊക്കെയെന്ന് പറഞ്ഞാല് ഒരു അത്ര വേരിയേഷൻസ് ഒന്നും വരാത്ത ഇങ്ങനെ ഒരേ ടോണിലൊക്കെ പോകുന്ന സൗണ്ട് ആണല്ലോ. അതൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് കുട്ടികൾ കുറച്ചുകൂടെ കാം ഡൗൺ ആകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചില കുട്ടികളാണ് പേരൻസിനാണ് ചിലപ്പോൾ ഷോപ്പിംഗ് മാളിൽ കൊണ്ടുപോകാൻ പറ്റത്തുണ്ടാവില്ല, എല്ലാം എടുക്കുമായിരിക്കും. നമുക്ക് പിടിച്ചാൽ കൺട്രോൾ കിട്ടാത്ത കുട്ടികളൊക്കെ ആണെങ്കിലും അവരെ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്താല് പിന്നീട് നമുക്കതൊരു ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റും, കൂടുതൽ കാം ഡൗൺ ആകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അത് ശരി. പിന്നെ ഇപ്പം സ്പീച്ച് ഡിലേ ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പം കുട്ടികൾ ഇപ്പൊ പലതരത്തിലാണ് ലാംഗ്വേജ് പഠിക്കുന്നത്. അത് അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോക്കൽ അല്ലെ ഈ വെർബൽ ആയിട്ടുള്ള വാക്കുകൾ അതൊക്കെ അവര് പലതരത്തില് പഠിച്ച് പലതരത്തിലാണ് ഓരോ കുട്ടികളും അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ എന്റെ 2 മക്കളും ഓട്ടിസ്റ്റിക് ആണെന്ന് പറഞ്ഞാലും 2 പേർക്കും 2 രീതിയിലുള്ള ഒരു രീതികളാണ്, 2 രീതിയിലുള്ള എന്താ പറയാ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ്. ഇപ്പൊ മൂത്ത ആളെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും
സംസാരിച്ചിട്ടുണ്ട്. അവൻ സെന്റൻസുകളായിട്ടാണ് അവൻ ആദ്യം പഠിക്കുന്നത്. ഉം. അതാണ് നമ്മളിപ്പോ ഈ ജസ്റ്റോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടേക്കുന്നത്. ജസ്റ്റോൾട്ട് ലാംഗ്വേജ് അതെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുമ്പേ പറഞ്ഞ പോലെ ഇങ്ങനെ ചങ്ക്സ് ആയിട്ട് പഠിക്കുന്നു. അപ്പൊ അതെ ഇന്ന് അതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്കിപ്പം സംസാരിച്ചാലോ? അപ്പം ജസ്റ്റോൾട്ട് ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ഉള്ളത് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ. ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാല് GLP, ജസ്റ്റോൾട്ട് ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നുള്ളതാണ്. ഇങ്ങനെ ലാംഗ്വേജ് പ്രോസസ് ചെയ്യുന്ന കുട്ടികളെ നമ്മൾ ജസ്റ്റോൾട്ട് ലാംഗ്വേജ് പ്രോസസ്സർ എന്നാണ് പറയുന്നത്. ആ ഡെവലപ്മെന്റിനെ നമ്മൾ ജസ്റ്റോൾട്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് GLP എന്ന് പറഞ്ഞ ഒരു ഡയഗ്നോസിസ് അല്ല, അതൊരു ലേബൽ അല്ല, അത് കുട്ടികള് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ കണ്ടന്റ്സ് ആണ് ഞാൻ പറയുന്നത്. എന്താണ് ജസ്റ്റോൾട്ട്, എന്തൊക്കെയാണ് ടിപ്പിക്കലി നമ്മൾ കാണുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റും ജസ്റ്റോൾട്ടിനുമുള്ള വ്യത്യാസങ്ങൾ എന്താണ്, എങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ജസ്റ്റോൾട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഒരു ജർമ്മൻ വേർഡിൽ നിന്നാണ് അത് ബോറോ ചെയ്തേക്കുന്നത്. അതിന്റെ അർത്ഥം ഹോൾ, കംപ്ലീറ്റ് അല്ലെങ്കിൽ പാറ്റേൺ എന്നുള്ളതാണ്. കുട്ടികള് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന അതിന്റെ ഇന്റോണേഷനിലാണ്. ഇന്റോണേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ടോണിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അത് ചിലപ്പം ഒരു സിംഗിൾ വേർഡ് ആകാം, അവിടെ തൊട്ട് തുടങ്ങി ഒരു ഫ്രേസ് അല്ലെങ്കിൽ വലിയൊരു ഡയലോഗ് വരെ അവർക്ക് ജസ്റ്റോൾട്ട് ആയിട്ട് എടുക്കാൻ പറ്റും. അതിനൊരു ഇമോഷണലി ഒരു എക്സ്പീരിയൻസുമായിട്ട് അത് ടൈപ്പ് ചെയ്തിരിക്കും എപ്പോഴും. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പം ആദ്യത്തെ കുട്ടി ന്യൂറോടിപ്പിക്കൽ ആണെന്ന് വിചാരിക്കുക, രണ്ടാമത്തെ കുട്ടി GLP ആണ്. അന്നേരം പപ്പ ഇപ്പം വീട്ടിൽ വന്നപ്പം ഐസ്ക്രീം കൊണ്ടുവന്നു. മൂത്ത കുട്ടി പറഞ്ഞു ലെറ്റ്സ് ഈറ്റ് ഐസ്ക്രീം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അന്നേരം ഇത് കാണുന്ന ഇളയ കുട്ടി എന്താണ് കാണുന്നത്? ചേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ്, എക്സൈറ്റ്മെന്റിലാണ്. കുട്ടി അത് കേട്ടു, ഓക്കെ, അത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നീട് ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ വേറൊരു ദിവസം അമ്മയാണെങ്കിൽ ഈ രണ്ടാമത്തെ കുട്ടിയെ പാർക്കിൽ കൊണ്ടുപോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷമാണ് കുട്ടിക്ക്. അന്നേരം കുട്ടി പറയും ലെറ്റ്സ് ഈറ്റ് ഐസ്ക്രീം. ഓക്കെ, അതായത് ഒരു ഇമോഷണൽ ഇതുമായിട്ട് അതിനൊരു ബന്ധം ഉണ്ടായിരിക്കും. അന്നേരം അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും നമ്മൾ ലിറ്ററൽ മീനിങ്ങിൽ അത് എടുക്കാൻ പാടില്ല. ഓക്കെ, അതിന് പല അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആക്ച്വലി കുട്ടി പറയുന്നതായിരിക്കത്തില്ല കുട്ടി ശരിക്കും മീൻ ചെയ്യുന്നത്. അത് ശരിക്കും ആ സമയത്ത് ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോ ആ ഒരു ഹോൾ എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ആയിട്ട് കുഞ്ഞ് അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിന്ന് എടുക്കുന്ന ആ ഒരു വാക്കുകളായിരിക്കും പിന്നീട് പറയുന്നത്. ഒത്തിരി എക്സാമ്പിൾസ് ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള കുട്ടികളെ, ഇപ്പം ഒരു കുട്ടിയാണെങ്കിൽ പല യുണീക്ക് ആണ്. എല്ലാവരുടെയും ജസ്റ്റോൾട്ടും യുണീക്ക് ആണ്. ഇന്ന് ഞാൻ കാണുന്ന കുട്ടിക്കുള്ള ജസ്റ്റോൾട്ട് അല്ല നാളെ വരുന്ന കുട്ടിക്കുള്ളത്. അന്നേരം ഒരു കുട്ടിയുടെ എന്താന്ന് പറഞ്ഞാല് കപ്പ് വെച്ചിട്ട് ഇങ്ങനെ കറക്കുമ്പോ വീൽസ് ഓൺ ദ ബസ് പാടുമായിരുന്നു. ഓക്കെ, എപ്പോഴും ഇത് അൺക്ലിയർ ആണ്. ഏർലി സ്റ്റേജിലെല്ലാം അൺക്ലിയർ ആണ്. കാരണം കുട്ടി ഫോക്കസ് ചെയ്തേക്കുന്ന അതിന്റെ ടോണിൽ മാത്രമാണ്. ഇപ്പം ആനിമൽസ് വെച്ച് കളിക്കുമ്പം ഓൾ മെക്ഡോണൽഡ്സ് പാടുക, എന്തെങ്കിലും സാധനം വീഴുമ്പം ലണ്ടൻ ബ്രിഡ്ജസ് ഫാളിംഗ് ഡൗൺ പാടുക. അങ്ങനെ പല എക്സാമ്പിൾസ് ഉണ്ട്. സിംഗിൾ വേർഡ് എക്സാമ്പിൾസ് ഉണ്ട്. വാവ്, ഓ, അങ്ങനെ അതൊക്കെ ഒരു സിംഗിൾ വേർഡ് ജസ്റ്റോൾട്ട് ആണ്. ഇനി നമ്മള് ന്യൂറോടിപ്പിക്കൽ കുഞ്ഞുങ്ങളിലും ന്യൂറോ ഡൈവേർജന്റ് കുഞ്ഞുങ്ങളിലും എങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ന്യൂറോടിപ്പിക്കൽ കുഞ്ഞുങ്ങള്
ആദ്യമായിട്ട് അവര് പഠിക്കുന്നത് ബാബ്ലിംഗ് ആണല്ലോ. ഒരു 6 മാസം 7 മാസം ഒക്കെ ആകുമ്പോൾ അവർ ബാബ്ലിംഗിൽ സ്റ്റാർട്ട് ചെയ്ത് സിംഗിൾ വേർഡ് പിക്ക് ചെയ്യും. പിന്നീട് അത് കമ്പൈൻ ചെയ്യും അവര്. അല്ലെ, പിന്നീട് ഫ്രേസ് ലെവൽ, സെന്റൻസ് ലെവൽ, ഗ്രാമർ ഒക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്യും. അങ്ങനെയുള്ള ന്യൂറോ ടിപ്പിക്കൽ കുഞ്ഞുങ്ങള് വേർഡ് ബേബീസ് എന്നാണ് അറിയപ്പെടുന്നത്. അവർക്ക് കൂടുതൽ വേർഡ്സ് ആണ് വേണ്ടത്. ഓക്കെ, അന്നേരം നമുക്കിപ്പോ ഒരു വേർഡ് പറയുമ്പം ഒരു വേർഡ് കൂടെ കൂട്ടിച്ചേർത്ത് അവർ പിക്ക് ചെയ്തോളും. ഇപ്പം മമ്മ എന്ന് പറഞ്ഞു, അന്നേരം മമ്മ കമ്മെന്ന് പറഞ്ഞാൽ അവർ പിക്ക് ചെയ്തോളും. അവർക്ക് കൂടുതൽ വേർഡ്സ് മതി. ഓക്കെ, അപ്പൊ ആദ്യം ഒരു വേർഡ് പഠിച്ചിട്ട് പിന്നെ അത് കണക്ട് ചെയ്ത് ഒരു ലോങ് സെന്റൻസ് ആക്കി, പിന്നെ അത് കുറച്ചും കൂടി അത് എക്സ്പാൻഡ് ചെയ്ത് ഒരു പാരഗ്രാഫ് പോലെ സംസാരിക്കുന്നു. അതാണ് വേർഡ് ബേബീസ് ചെയ്യുന്നത്. അതെ, ന്യൂറോ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികളെല്ലാരും അങ്ങനെയാണ്. ഓക്കെ. അതെ. ഇനി ന്യൂറോ ഡൈവേർജൻ കേസിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ASD, ADHD അവർക്കൊക്കെ ഒരു 75 to 80% കുട്ടികൾക്ക് ഇക്വലേലിയ ഉണ്ട്. അന്നേരം ആ ഒരു ഡിലേഡ് ഇക്വലേലിയ വരുമ്പോഴത്തേക്ക് അവര് GLPs ആണ്. അതിനെയാണ് നമ്മൾ GLP എന്ന് പറയുന്നത്. ഡിലേഡ് ഇക്വലേലിയ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അന്നേരം തന്നെ തിരിച്ചു പറയുന്നതല്ല, എപ്പോഴോ കേട്ട കാര്യം പിന്നീട് റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഡിലേഡ് ഇക്വലേലിയ. അപ്പൊ കേട്ട് പഠിച്ച കാര്യങ്ങൾ. അപ്പൊ ഈ ഡിലേഡ് ഇക്വലേലിയയും സ്ക്രിപ്റ്റിങ്ങും സെയിം ആണോ? അതെ, പണ്ട് പറയുന്ന ടേം ആണ് ലൈക്ക് സ്ക്രിപ്റ്റിംഗ്. ഓക്കെ, അത് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാർട്ടൂണിൽ അതുപോലെ ഡയലോഗ് പറയുന്ന അതേ സെയിം സാധനം തന്നെയാണ് ഡിലേഡ് ഇക്വലേലിയയിൽ സംഭവിക്കുന്നത്. ശരി. ഇതിന്റെ ഫസ്റ്റ് ഇത് സ്റ്റേജ് വൈസ് ആണ്. ഇപ്പം ഇവിടെ കാണുന്ന പോലെ ബാബ്ലിംഗ്, സിംഗിൾ വേർഡ്, 2 വേർഡ് ഇതൊരു സ്റ്റേജ് പോലെ നടക്കുന്ന പോലെ തന്നെ GLPക്കും സ്റ്റേജസ് ഉണ്ട്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഡിലേഡ് ഇക്വലേലിയ. ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പം വീൽസ് കാണുമ്പോ വീൽസ് ഓൺ ദ ബസ് പാടുക, അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇവരെ നമ്മൾ ഇന്റോണേഷൻ ബേബീസ് എന്നാണ് പറയുന്നത്. ഇവര് ടോണിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ സെക്കൻഡ് സ്റ്റേജ്, സ്റ്റേജ് 2-ലാണ് മിക്സ് ആൻഡ് മാച്ച് സംഭവിക്കുന്നത്, മിറ്റിഗേറ്റഡ് ഇക്വലേലിയ. എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ ലെറ്റ്സ് ഗോ ഔട്ട്സൈഡ് എന്നുള്ള ഒരു ജസ്റ്റോൾട്ട് ഉണ്ട് കുട്ടിക്ക്. ഓക്കെ, ഐ ആം ഹംഗ്രി എന്നുള്ള ഒരു ജസ്റ്റോൾട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് ഐ ആം ഗോ ഔട്ട്സൈഡ് എന്ന് പറയും. രണ്ടും കൂടെ മിക്സ് ആൻഡ് മാച്ച് സംഭവിക്കും. ഇത് നമ്മള് എന്താണ് പറയാ, നമുക്ക് ഒരിക്കലും സ്റ്റേജ് 1-ൽ നിന്നുള്ള കുട്ടികളെ സ്റ്റേജ് 2-ലേക്ക് ആക്കാനായിട്ട് നമുക്ക് അങ്ങനെ എന്താ പറയാ അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അതൊരു നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. ഓക്കെ, നമ്മള് സപ്പോർട്ട് ചെയ്ത്, ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്ത് നമ്മൾ തന്നെ അറിയാതെ സ്റ്റേജ് 1-ൽ നിന്ന് സ്റ്റേജ് 2-ലേക്ക് പോകും, സ്റ്റേജ് 3-ലേക്ക് പോകും. അങ്ങനെ അതൊരു നാച്ചുറൽ ആയിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം ചില കുട്ടികള് 7 വയസ്സിലും ചിലപ്പം സ്റ്റേജ് 1-ൽ തന്നെ ഉണ്ടാകുന്ന കുട്ടികൾ കാണും, 8 വയസ്സിൽ 9 വയസ്സില്. പക്ഷെ നമ്മൾ അവരെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല മാറ്റങ്ങൾ നമുക്ക് വരുത്താനായിട്ട് പറ്റും, പ്രോപ്പറായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പം ഡിലേഡ് എക്വലേലിയ, അതിനുശേഷം ഇത് മിറ്റിഗേറ്റഡ് എക്വലേലിയ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് സിംഗിൾ വേർഡ്സോ 2 വേർഡ് കോമ്പിനേഷൻസ് വരുന്നത്. അതെ, ആ മൂന്നാമത്തെ സ്റ്റേജിലാണ് നമ്മുടെ ന്യൂറോട്ടിപ്പിക്കൽ കുട്ടികളുടെ ആ ഒരു ലെവലിൽ വരുന്നത്. അന്നേരമാണ് കുട്ടിക്ക് മനസ്സിലാകുന്നത്, ഓക്കെ ഫിഷ് എന്ന് പറഞ്ഞാൽ ഇതാണ്, വേർഡ് മീനിങ് അന്നേരമാണ് മനസ്സിലാകുന്നത്. ഓക്കെ, നാലാമത്തെ അത് പിന്നെ കോമ്പിനേഷൻസും അവർ പറയാറുണ്ട്. റെഡ് ബോട്ടിൽ, സിംഗിൾ വേർഡോ അല്ലെങ്കിൽ 2 വേർഡ് കോമ്പിനേഷൻസ്. അന്നേരമാണ് അവർ ആ 2 വേർഡ് കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. മറ്റേതൊക്കെ ഇപ്പം ഡിലേഡ് ഇക്വലേലിയയില് ഇപ്പം ഫിഷ് ചിലപ്പം സിംഗിൾ വേർഡ് ആയിട്ടും വരാമല്ലോ ഫസ്റ്റ് സ്റ്റേജില്. ഫിഷ് അത് കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല അവർക്ക്, അതൊരു ജസ്റ്റോൾട്ട് ആണ്.
ഉം, ഉം, നാലാമത്തെ സ്റ്റേജിൽ അവർ സ്വന്തമായിട്ട് സെന്റൻസുകൾ ഉണ്ടാക്കുന്നു, ഫ്രേസുകൾ ഉം, ഉം, ഉണ്ടാക്കുന്നു. അന്നേരം നമ്മൾ ഉം. മനസ്സിലാക്കണം, നമ്മുടെ ന്യൂറോ ടിപ്പിക്കൽ കുട്ടികളും അതുപോലെ തന്നെയാണ്. അവർ തന്നെ സംസാരിച്ച് ചെയ്യുന്നു. തുടങ്ങുന്ന സമയത്ത് ഗ്രമാറ്റിക്കൽ ഉം, മിസ്റ്റേക്സ് ഉണ്ടാകും. ഉം, 5 and ഉം, 6 സ്റ്റേജസിൽ നല്ല നല്ല സെന്റൻസ് ഉണ്ടാകും, നല്ല ഗ്രാമർ ഒക്കെ അവർക്ക് വരും. ഓക്കെ. അന്നേരം നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം, രണ്ടുപേരും ന്യൂറോ ടിപ്പിക്കൽ കുട്ടികളും ന്യൂറോ ഡൈവേർഷൻ കുട്ടികളും ഒരേ ഡെസ്റ്റിനേഷനിൽ ചെന്നെത്തും, ഓക്കെ. ഒരേ നമ്മൾ പക്ഷെ സ്ഥലത്ത് അവർ രണ്ടു ചെത്തും. പേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചുകളാണ് ആവശ്യം. അത് അതെ അവിടെയാണ് അതെ, വ്യത്യാസം. രണ്ട് ഇപ്പം പാത്തിലൂടെ പോകുന്നുണ്ട്. പോകണം. ഓക്കെ. ഇപ്പം ഈ ഇപ്പൊ രണ്ട് ടൈപ്പ് കുട്ടികൾക്കും ഇപ്പൊ നമ്മൾ ഒരേപോലെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ ആണെങ്കിലും ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആർക്കും ഒന്നും അറിയത്ത പോലും ഇല്ലായിരുന്നല്ലോ. അപ്പം ചിലപ്പം അന്നേരമൊക്കെ ഇങ്ങനെ GLP ആയിട്ടുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ ഇപ്പൊ ഉള്ള രീതിയിലുള്ള സപ്പോർട്ടുകൾ കൊടുക്കുമായിരുന്നെങ്കിൽ അവരൊക്കെ കുറേയും കൂടി നന്നായിട്ട് നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയിട്ട് മാറിയനായിരുന്നു. ഇല്ല, അതെ ആ അതെ പണ്ട് സമയത്ത്. അതെ. ഇപ്പോള് GLP ആണെന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മൾ സ്കൂളിൽ കൊടുക്കാനുള്ള റിസോഴ്സുകളൊക്കെ കൊടുക്കാറുണ്ട്. ഉം ഉം. ഓക്കെ, അന്നേരം നമ്മൾ പേരൻസിനോട് പറഞ്ഞ് അവർ സ്കൂളിൽ സംസാരിക്കാറുണ്ട്. ഓക്കെ. കാരണം അപ്രോച്ച് വ്യത്യാസമാണ്. ഉം ഉം. ഓക്കെ. അങ്ങനെ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് ഇംപ്രൂവ്മെന്റ്സ് വരാറുണ്ട്. ഓക്കെ. 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 ഈ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലൈക് ന്യൂറോ ടിപ്പിക്കൽ കുട്ടികളിൽ എന്ത് സംഭവിക്കും? ക്യാറ്റ്, മമ്മ ക്യാറ്റ്, ഐ ഗോ ക്യാറ്റ്. ലൈക് ആ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ മാറുക, ലൈക് കോമ്പിനേഷൻസ് ഉണ്ടാകുന്നു, ലെങ്ത് കൂടുവാണ്. ഉം ഉം. ഓക്കെ, ഉം. അതാണ് ന്യൂറോ ടിപ്പിക്കലി നമ്മൾ കാണുന്നത്. 1 വയസ്സിൽ ഉം ക്യാറ്റ്, ഉം. 2 വയസ്സിൽ മമ്മ ക്യാറ്റ്, 3 വയസ്സിൽ ഐ ഗോ ക്യാറ്റ്. അങ്ങനെ ഏജ് കൂടുന്ന അനുസരിച്ച് നല്ല നല്ല സെന്റൻസുകള് അവസാനം വരുമ്പോഴത്തേക്ക് നല്ലൊരു നല്ല സെന്റൻസ് പ്രോപ്പർ വരുന്നുണ്ട്. മീനിങ് ആയിട്ടുള്ള സെന്റൻസ് ഏറ്റവും അതെ ലാസ്റ്റ് അതെ വരുമ്പോഴത്തേക്കും. അതെ. ഇനി GLP-യിലെ ന്യൂറോ ഡൈവേർജന്റ് കുട്ടികൾ ഓൾറെഡി അവർ പഠിക്കുന്ന ഇറ്റ്സ് എ മമ്മ ക്യാറ്റ് എന്ന ആ ചങ്ക് ആയിട്ടാണ് അവരത് പഠിച്ചത്. അതിനെയാണ് ജസ്റ്റോൾട്ട് എന്ന് നമ്മൾ അതെ, പറയുന്നത്. ആ ഒരു അതിനെയാണ് സംഗതി. ഓക്കെ. ആ ഒരു ശംഖ്, ആ ഒരു ഹോളായിട്ടുള്ള മുഴുവനായിട്ടുള്ള അതിനെയാണ് നമ്മൾ ജസ്റ്റോൾട്ട് എന്ന് പറയുന്നത്. പിന്നീട് സ്റ്റേജ് 2-ല് അവർക്ക് മിക്സ് ആൻഡ് മാച്ച് സംഭവിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ബ്ലാക്ക് ക്യാറ്റ് എന്ന് പറയും. ഓക്കെ. ഓക്കെ, ഇറ്റ്സ് പിന്നീടാണ് എ ബ്ലാക്ക് ക്യാറ്റ് എന്ന് അവര് പറയുമ്പോ അത് ആക്ച്വലി അതൊരു ബ്ലാക്ക് ക്യാറ്റ് തന്നെ ആയിരിക്കണമെന്നുണ്ടോ? ഇല്ല, അത് ബ്ലാക്ക് ഇല്ല. ക്യാറ്റ് ആയിരിക്കണമെന്നില്ല. ഇല്ല. ആ ഏതൊരു ഒരു ഇല്ല. ക്യാറ്റിനെ കണ്ടാലും അവര് പഠിച്ചു വെച്ചിരിക്കുന്നത് അവരങ്ങ് പറയുവാണെന്നല്ലേ അതെ ഉള്ളൂ. അതെ അതെ. എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ, ഇപ്പം ഫിഷ് എന്ന് പറയുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഫിഷിനെ ഉം. കാണുമ്പോഴും ഫിഷ് എന്ന് പറയും, വാട്ടർ കണ്ടാലും ഫിഷ് എന്ന് പറയും, ഫിഷ് എന്ന് ബീച്ച് എന്ന് പറയാം. കണ്ടാലും ഉം. ഫിഷ് എന്ന് പറയും. ഉം. ഓക്കെ, ബിക്കോസ് അതാണ് അവർക്ക് ആ പറയുന്നത്. ഒരു എക്സ്പീരിയൻസ് ആ ഇമോഷണൽ എക്സ്പീരിയൻസുമായിട്ട് ടൈ ചെയ്ത് അതെ വെച്ചിരിക്കുവാണ് അവര് അതെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേർഡ്സ്. അതെ റയൻ കുഞ്ഞായിരുന്നപ്പം അവനെ നമ്മള് പുറത്ത് ബീച്ചിലൊക്കെ കൊണ്ടുപോകുമ്പം റയൻ അവിടെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ വാട്ടർ സീ അതൊന്നും അല്ല അവൻ പറയുന്നേ, അവൻ ബേബി ഷാർക്ക് എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ അതെ, സെയിം ഓക്കെ. കാര്യം തന്നെ. അവൻ കണ്ടിട്ടുള്ള കാർട്ടൂണിൽ എന്താണ് കാർട്ടൂൺ. കാർട്ടൂണില് വെള്ളമുണ്ട്, ബേബി ഷാർക്കിനെയാണ് ലൈക് ഷാർക്ക് വെള്ളത്തിൽ ഷാർക്കിന്റെ കിടക്കും. സോങ് അസോസിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, മനസ്സിലായി. പിന്നീടാണ് ഇതേ സെയിം പോലെ തന്നെ എന്താണ് പറയാ, നല്ല നല്ല സെന്റൻസുകൾ ഉണ്ടാകുന്നു, ഗ്രാമർ ഒക്കെ ഇമ്പ്രൂവ് ആകുന്നുണ്ട്. ഓക്കെ, അത് ശരി. ഇനി എങ്ങനെ നമുക്ക് ഒരു GLP-യെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും? അതിന്റെ ഒരു സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താണ്? ഓക്കെ. ഓക്കെ, അതിനെപ്പറ്റി സംസാരിക്കുവാണെങ്കിൽ, ഏർലി സ്റ്റേജസിലൊക്കെ നമുക്ക് മനസ്സിലാകാത്ത പോലത്തെ ഒരു ജാർഗൺ പോലെ നമുക്ക് തോന്നും. അത് ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് അവര് ടോണിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്, വേർഡ്സിലല്ലാത്തത് കൊണ്ട് നമുക്കത് അവരുടെ ആ ബെസ്റ്റ് ആണ് നമ്മളോട് പറഞ്ഞത്. അത് വെച്ച് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്, ഇക്വലേനിയ വെച്ച് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. ഓക്കെ, അത് റൈംസ് ആകാം, സ്ക്രിപ്റ്റ്സ് ആകാം, കാർട്ടൂണിൽ നിന്ന് കണ്ട, TV-ന്ന് കണ്ടത്, അല്ലെ ആരെയും പറഞ്ഞതാവാം. ഇത് ചെയ്യരുത്, ഇവിടെ വാ. അത് ചിലപ്പോ നമ്മളോട് റിപ്പീറ്റ് ചെയ്യും ആ ഒരു കോണ്ടെക്സ്റ്റ് വരുമ്പോ.
ചിലപ്പം കുട്ടികൾ ഇതൊന്നും പറയും. അല്ലാതെ തന്നെ ഒന്നും ഒരു മനസ്സിലാവാത്ത പോലെ ഉള്ള ഭാഷയൊക്കെ പറയും. എന്റെ മോൻ അതെ പറയുമായിരുന്നു അതെ ഇങ്ങനെ അതെ എന്തോ. പക്ഷെ അത് നേരത്തെ പറഞ്ഞോണ്ടിരുന്നപ്പം ഭയങ്കര ഒരു ലെങ്ത് കൂടുതലായിരുന്നു. ഇപ്പൊ ആ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ചെറിയ ഒരു എന്തോ ഒരു ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അതെ അതെ അതിന് ഒരു മീനിങ്ങും ഇല്ല, ഒരു ഭാഷയില്ല, ഒന്നുമില്ല. അത് ജസ്റ്റ് ഒരു അവന്റെ ഒരു സ്റ്റിം ചെയ്യുന്ന പോലെ ഒരു സംഭവമാണ്. അതിങ്ങനെ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് പറയും. ആ മെയിനായിട്ട് ദേഷ്യം അന്നേരം വരുമ്പോൾ. ഓക്കെ. അന്നേരം പിന്നീടുള്ളതാണ് ഇക്വലേലിയ നമുക്ക് കുട്ടികളിൽ കാണാം. പിന്നെ സിംഗിൾ വേർഡ് ജസ്റ്റ് ഓൾഡ് കാണാം. അവർക്കത് കമ്പൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ പെൻ എന്ന് പറഞ്ഞാല് ബ്ലൂ പെൻ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ എത്ര തവണ പറഞ്ഞു കൊടുത്താലും ബ്ലൂ പെൻ എന്ന് അവർ പറയത്തില്ല. അത് പെൻ തന്നെയാണ്. ആ സിംഗിൾ വേർഡ്സ് ഒത്തിരി കാണും അവരുടെ അടുത്ത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഓക്കെ, അവരുടെ എൻവയൺമെന്റിലും സിംഗിൾ വേർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതെ അതെ അവർക്ക് കറക്റ്റ് ആണ്. അവർക്ക് ചങ്ക്സ് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ സിംഗിൾ വേർഡ് ഉള്ളത്. അതെ കറക്റ്റ് ആണ്. ഇപ്പൊ റയന്റെ കാര്യം പറയുകയാണെങ്കിൽ റയന് ഈവൻ ഒരു 4 years ഒക്കെ ഉള്ള വരെ സമയം വരെ അവന് ഒരുപാട് തൗസൻഡ്സ് ഓഫ് വേർഡ്സ് അറിയാം. എല്ലാ സാധനങ്ങളുടെ പേരും ജസ്റ്റ് ഓൾസോ ഉണ്ട് ആ കൂട്ടത്തിൽ. പക്ഷെ എല്ലാം നമ്മൾ ചോദിച്ചാൽ ഇത് എന്താന്ന് ചോദിച്ചാൽ പറയും. പക്ഷെ അതിന് കുറെയൊക്കെ റെസ്പോൺസിബിള് പാരന്റ്സ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവനെ അങ്ങനെയാണ് പഠിപ്പിച്ചേക്കുന്നത് കൂടുതൽ. മീൻസ് എല്ലാം തൊട്ട് കാണിച്ചിട്ട് അതിന്റെ പേര് മാത്രം നമ്മൾ അങ്ങനെ, അല്ലാതെ അവനോട് നമ്മളൊരു ബാക്ക് ആൻഡ് ഫോർത്ത് കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുമ്പോൾ അത് വളരെ ഇമ്പോസിബിൾ ആയിരുന്നു. പക്ഷെ എന്നാലും നമ്മളൊരു എന്താ പറയാ, അങ്ങനെ അവനൊരു മോഡലിംഗ് ചെയ്ത് കൊടുത്തിട്ടില്ല സെന്റൻസുകളിൽ സംസാരിക്കാനായിട്ട്. അതിപ്പം ഒരു പേരന്റിന്റെയും ഫോൾട്ടായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ആ SLP ഓൾസോ നമുക്ക് ഇപ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ചുകൾ നടക്കുന്നത്. കൂടുതൽ റിസർച്ച് നടക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നു 1970 1980s സ്റ്റഡീസിൽ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴാണ് ഇതിൽ പിന്നെയും, കാരണം കോവിഡ് ടൈം ഒക്കെ ആയി, കൂടുതലും കുട്ടികൾ ഒത്തിരി എക്സ്പോഷർ ആകുന്നു കാർട്ടൂൺ TV ആയിട്ട്. അന്നേരം ഒരു പുതിയൊരു പാറ്റേൺ നമ്മൾ കാണുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇക്വലേലിയ ഉണ്ടെങ്കിൽ ലൈക്ക് അതൊരു ഇപ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ല നമ്മുടെ പണ്ടത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ഒരു എന്തോ ഒരു റാൻഡമായിട്ട് കുട്ടി സംസാരിക്കുന്നു, ഒരു മീനിങ്ങും ഇല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഇപ്പോഴാണ് ഇക്വലേലിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ റാൻഡമായിട്ട് എടുക്കേണ്ട കാര്യമല്ല. നമ്മൾ അത് കണ്ടുപിടിക്കണം എന്താണ് കുട്ടി പറയുന്നത്. അത് കുട്ടികൾ അഫേം ചെയ്യുവാണ്, അത് തന്നെയാന്ന് അവര് പറയിക്കുകയാണ്. അല്ലെങ്കിൽ എന്താണ് പറയാ, അവർക്കൊരു ടേൺ ടേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുവാണ്. നമ്മളിപ്പോ ഒരു ചോദ്യം ചോദിച്ചു, അവർക്ക് ഉത്തരം പറയണമല്ലോ. അവർക്ക് പക്ഷെ അറിയത്തില്ല എന്താ ഉത്തരം പറയേണ്ടതെന്ന്. അന്നൊരു ഇന്ററാക്ഷന് വേണ്ടി അവർ യൂസ് ചെയ്യുന്നത് അത്. അങ്ങനെ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ബോധേഡാവേണ്ട കാര്യമില്ല ശരിക്കും. അത് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഒരു പ്രോസസ്സിനകത്ത് വരുന്ന ഒരു കാര്യമാണ് ഈ ഇക്വലേലിയ എന്ന് പറയുന്നത്. അതെ, നമ്മൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി. ഇക്വലേലിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. ഏറ്റവും ബെസ്റ്റിൽ അവര് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ് പേരൻസിനോട്. അന്നേരം അതെന്തുകൊണ്ട് പറഞ്ഞു, എവിടെ നിന്നാണ് അത് കിട്ടിയത്, അവിടെ നമ്മൾ ഇച്ചിരി ഒരു ഡിറ്റക്റ്റീവ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാണ് ലൈക്ക് SLP നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒരു പ്രൊഫഷണൽ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിന്റെ അടുത്താണെങ്കിൽ പോകുമ്പോഴത്തേക്ക് അവര് ഹെൽപ്പ് ചെയ്യും നമ്മളെ. പിന്നീട് ഇവർക്കാണ് ഭയങ്കര ഒരു റിച്ച് ഇന്റോണേഷൻ ആയിരിക്കും. ഇവര് സംസാരിക്കുമ്പോഴും ഭയങ്കര ടോണിലായിരിക്കും അവർ സംസാരിക്കുന്നത്. അവര് യൂസ് ചെയ്യുന്നത് നല്ല ഒരു മീനിങ് ഫുൾ സിറ്റുവേഷൻ അനുസരിച്ച് അവർ യൂസ് ചെയ്യത്തുള്ളൂ. ഇപ്പം എന്താണ് പറയാ, എല്ലാം അസോസിയേറ്റ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ വെള്ളം കാണുമ്പോൾ ബേബി ഷാർക്ക് പറയുന്നു, സിറ്റുവേഷനിലാണ് യൂസ് ചെയ്തത്. ഓക്കെ, ആ ടൈമിലാണെങ്കിൽ ഡാഡി ഫിംഗർ എന്ന് പറഞ്ഞില്ലല്ലോ. ഡാഡി ഫിംഗർ പാട്ടല്ല പാടിയത്, ബേബി ഷാർക്ക് എന്നാണ് പറഞ്ഞത്. അവര് യൂസ് ചെയ്യുന്ന നല്ല, അവർക്കറിയാം എവിടെ അത് യൂസ് ചെയ്യണമെന്ന്. ആ ഒരു ഹോൾ ആയിട്ട് അവരത് പഠിച്ചേക്കുന്നത് കൊണ്ട് അവർക്കറിയാം, അതിനെ ഫുള്ളും അതിനെ പറ്റി അറിയാം അവർക്ക്. വേറൊരു കാര്യം,
പ്രൊനൗൺ റിവേഴ്സൽസ് ഉണ്ടാകും. പ്രൊനൗൺ റിവേഴ്സൽ പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ഐ യു മീ അങ്ങനത്തെ പ്രൊനൗൺസ് മാറ്റി പറയും. എന്തുകൊണ്ട് അങ്ങനെ ഓക്കെ. സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം അടുക്കളയിൽ വന്നു കുട്ടി, അന്നേരം ഒന്നും ലൈക്ക് നമ്മള് ആസ് പേരൻസ് എന്ത് ചെയ്യും, നമ്മൾ ചോദ്യം ചോദിക്കും, ഡു യു വാണ്ട് ചോക്ലേറ്റ്? ഓക്കെ, അന്നേരം അവരതാണ് പിക്ക് ചെയ്യുന്നത്, ഡു യു വാണ്ട് ചോക്ലേറ്റ്. അന്നേരം ഇപ്പൊ അമ്മ പറയാണ് യു വാണ്ട് ബിസ്ക്കറ്റ്. അവരത് പഠിച്ചു വരുമ്പോഴും അന്ന് അവര് കേട്ടത് യു വാണ്ട് ബിസ്ക്കറ്റ് അല്ലേ. അന്നേരം അവർക്ക് ഓക്കെ. എന്തെങ്കിലും വിശക്കുന്നുണ്ട്, ചിലപ്പം ബിസ്ക്കറ്റ് വേണോന്നല്ലായിരിക്കും, അല്ലേ തന്നെ അവര് പറയും യു വാണ്ട് ബിസ്ക്കറ്റ് എന്ന് പറയും. ബിസ്ക്കറ്റ് അവർക്ക് ഇങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ. യു വാണ്ട് എന്ന് ചോദിക്കും, യു വാണ്ട് ബിസ്ക്കറ്റ് എന്ന് പറയും. കാരണം അങ്ങനെയാണ് അവർക്ക് ആ ലാംഗ്വേജ് മോഡൽ കിട്ടിയത്. അത് അവരുടെ ജസ്റ്റോൾഡ് ആയിരുന്നു. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കുട്ടികളോട് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഐ വാണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. ക്വസ്റ്റ്യൻ അതെ ചോദിക്കുമ്പോ അതെ ഐ വാണ്ട്. ആ അപ്പൊ ഐ റയനോട് ഇപ്പൊ വാണ്ട് ഞാൻ മോർ. സംസാരിക്കുമ്പോ ഐ വാണ്ട് ചോക്ലേറ്റ് എന്ന് അങ്ങോട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ കുറച്ചുകൂടെ അതെ കഴിയുമ്പോൾ അവൻ തിരിച്ചു അത് ഇങ്ങോട്ട് പറയും ഐ വാണ്ട് അതെ അല്ലേ. അതെ. അത് മേക്ക് സോ മച്ച് സെൻസ്. പിന്നെ ഇപ്പൊ ഈ പ്രൊണൗൺ റിവേഴ്സലിൽ വരുന്നതാണോ? ഇപ്പൊ ചില സമയത്ത് അവന് എന്നെ മമ്മീന്ന് വിളിക്കും, ഹസ്ബൻഡിനെ ഡാഡിന്ന് വിളിക്കും. ചിലപ്പോ അവൻ ഡാഡിയെ മമ്മീന്ന് പറയാറുണ്ട്. മീൻസ് തെറ്റിപ്പോവും ഇങ്ങനെ മമ്മി ഡാഡി എന്നുള്ള. അതും ചിലപ്പം ഇതിനകത്ത് വരുന്നതാണോ? അങ്ങനത്തെ ഒരു കാര്യമാണോ അത്? അപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു ജനറലൈസ് ചെയ്തിട്ടുണ്ട് കുട്ടി. പക്ഷെ ചിലപ്പോ അത്രയ്ക്കൊരു എന്താ പറയാ, ഇതിപ്പം ആ ഒരു മൊമെന്റിൽ ചിലപ്പോ ഓടി നടക്കണമെന്നായിരിക്കും. ഓക്കെ, അത്രയ്ക്കൊരു ശ്രദ്ധ കൊടുക്കണമെന്നില്ലായിരിക്കും. പക്ഷെ അവനെ അതെ ഒരു ഭയങ്കര ഒരു റെഗുലേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നല്ല ഹാപ്പി മൂഡിലിരുന്ന് ചോദിച്ചാൽ ചിലപ്പോ പറയും പപ്പ എന്ന് പറയും, മമ്മിയാന്ന് ഒക്കെ പറയും. പറയും. അതെ. ഒരുപാട് ഹൈപ്പർ ആയിട്ട് അല്ലെ എന്തെങ്കിലും പെട്ടെന്ന് വേണം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ തെറ്റിപ്പോണത് ചിലപ്പോ. തെറ്റുന്നതല്ല, അവൻ അതങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചിരിക്കും. അത് അവന്റെ ഒരു ജസ്റ്റോൾട്ട് ആണ് എന്നാ എനിക്ക് തോന്നുന്നത്. മമ്മി ഗീവ് മീ, അതിങ്ങനെ ഒരു സംഭവം അവനുണ്ട്. എന്ത് വേണമെങ്കിലും മമ്മി ഗീവ് മീ ചേർത്തിട്ടാണ് പറയുന്നത്. മമ്മി ഗീവ് മീ ഫോൺ, മമ്മി ഗീവ് മീ ചിപ്സ്. അപ്പം ഡാഡിയോട് ചോദിച്ചാലും മമ്മി ഗീവ് മീ ചിപ്സ് എന്നാ ഡാഡിയോട് പറയുന്നത്. അതെ അതെ. അത് ആക്ച്വലി ഡാഡി ഐ വാണ്ട് ചിപ്സ് എന്നല്ല അവൻ പറയുന്നത്. അതെ, അതൊരു എന്താണ് പറയാ, ഒരു അങ്ങനെയാണ് പഠിച്ചു വെച്ചേക്കുന്നത്. ലൈക്ക് ജനറലൈസ് ചെയ്യാൻ ടൈം എടുക്കും. പിന്നെ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഒരു ലൈക്ക് കുട്ടി അത്ര ഒരു ഹാപ്പി മൂഡിലല്ലല്ലോ, ലൈക്ക് ഡിസ്റെഗുലേറ്റഡ് ആയിട്ടിരിക്കുകയാണ് കുട്ടി. നമ്മൾ പ്രൊണൗൺ റിവേഴ്സലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പൊ പ്രൊണൗൺ റിവേഴ്സൽസ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എന്താ പറയാ, കുട്ടി അങ്ങനെ പറയുന്നത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് മോഡൽ ചെയ്ത് കൊടുക്കാം. അവര് പറയേണ്ട പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, മനസ്സിലായി. പിന്നീടുള്ളതാണ് സ്റ്റഡീസ് ആൻഡ് ഓർ റീപ്ലേസ് മീഡിയ. ഇപ്പം GLP കുട്ടികള് എല്ലാരും വെർബൽ ആകണമെന്നില്ല, എല്ലാരും വെർബൽ സ്പീച്ച് ഡെവലപ്പ് ചെയ്യണമെന്നില്ല. ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികള് 5 വയസ്സ് 6 വയസ്സ് മിനിമലി സ്പീക്കിംഗ് അല്ലെങ്കിൽ നോൺ സ്പീക്കിംഗ് കുട്ടികളും ഉണ്ട്. അന്നേരം അവരിനി GLP ആണോ? ഇനി നമ്മള് വേർഡ് കൊടുത്തു, നമ്മൾ വിചാരിച്ചു ഇനി വേർഡ് ബേബീസ് അനലറ്റിക്കൽ ആണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ച് വേർഡ് കൊടുത്തു, അത് പിക്ക് ചെയ്യുന്നില്ല. അതിലൊരു കൺഫ്യൂഷൻ വരും നമുക്ക്. അന്നേരം അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മള് നോക്കുക. ഇപ്പൊ റൈംസ് ഒക്കെ പാടുമ്പം അവർക്ക് ഭയങ്കര ശ്രദ്ധ കാണും, ഭയങ്കര ഒരു ടോണിലൊക്കെ അവർ ശ്രദ്ധിക്കും. പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കാർട്ടൂൺ അല്ലെ മൊബൈലൊക്കെ റൈംസ് ഒക്കെ കാണുന്ന സമയത്ത് ഒരേ സീൻ തന്നെ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുക. അന്നേരം അവരൊരു ആ ഒരു ഇമോഷൻ ആണ് പിക്ക് ചെയ്യുന്നത്. ഇങ്ങനെ എനിക്ക് 2-3 കാര്യം. എനിക്ക് തോന്നുന്നു ഇപ്പം രണ്ടാമത്തെ മോന് കിട്ടു, അവൻ നോൺ വെർബൽ ആണ്. ഇതുവരെ അവന് വേർഡ്സ് ഇല്ല. പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പം നോൺ വെർബൽ കുട്ടികളും ഈ GLP ഉണ്ടെന്ന്. നമ്മുടെ ഇതില് GLP ഉള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ ജസ്റ്റോൾട്ട് യൂസ്, അതായത് വെർബൽ യൂസ് ഉള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ മീഡിയ റീപ്ലൈ ചെയ്ത് ഒരു കാര്യം തന്നെ റിപ്പീറ്റ് അടിച്ച് കാണുന്ന
അത് അത് ഞാൻ വിചാരിച്ചു അത് ജസ്റ്റ് ഈ ഒരു ഓട്ടിസത്തിന്റെ മാത്രം ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷെ നോൺ വെർബൽ ആയിട്ടുള്ള ഓട്ടിസ്റ്റിക് അല്ലാത്ത മറ്റു കുട്ടികളിലും ഈ ക്യാരക്ടറിസ്റ്റിക്കുകൾ ഉണ്ടെന്നാണ് അപ്പം പറയുന്നത്. അതെ, ഇങ്ങനത്തെ നോൺ വെർബൽ കുട്ടികളും GLP ആകാൻ സാധ്യതയുണ്ട്. ഉണ്ട്. അതും ഓട്ടിസ്റ്റിക് തന്നെ ആയിരിക്കണം എന്നും ഇല്ല അല്ലേ? ഈവൻ ADHD അല്ലെ മറ്റെന്തെങ്കിലും ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള ഏത് കണ്ടീഷൻ വേണമെങ്കിലും ആവാം. അതെ, ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള ചിലപ്പം ഓട്ടിസം ആകാം, ADHD ആകാം. പിന്നെ വേറൊരു കാര്യം ഉള്ളത്, ഈ ന്യൂറോ ടിപ്പിക്കൽ കുട്ടികളും GLP-കളാകാറുണ്ട്. ആണോ? ഓ, അതെ. ഓക്കേ, ആ, അത് ശരി. ഒരു വേറൊരു പ്രശ്നവും കാണത്തില്ല. നമ്മൾ നോക്കുമ്പോൾ ഓട്ടിസം അല്ല, ADHD അല്ല, വേറൊരു പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ല. പക്ഷെയാണ് അവർക്ക് ആ വൺ വേർഡിൽ തന്നെ നിൽക്കുവാണ്. അവർക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുന്നില്ല. 3 വയസ്സായിട്ടും 4 വയസ്സായിട്ടും. ഓക്കെ, അത് ശരി. അങ്ങനെ ഓക്കെ, ഒരിതും വരാറുണ്ട്. പിന്നെ ഓക്കെ, മെയിൻ ഓക്കെ, ആയിട്ട് നമ്മൾ കാണുന്നത് ഡിഫിക്കൽറ്റി ഇൻ ആൻസറിങ് ക്വസ്റ്റ്യൻസ്. ആ ഒരു നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ ചോദ്യം ചോദിച്ചാ ടിക്കിളേരി ആണല്ലോ. അതെ, അതെ, അറിയത്തില്ല അതെ, അവർക്ക്. അതെ. ഇപ്പൊ റയന്റെ കാര്യം ഞാൻ പറഞ്ഞാല് റയന് ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഒത്തിരി കാര്യങ്ങൾ അറിയാം. പക്ഷെ ഈ വാട്ട്, വൈ, വെൻ, ഹൗ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അവന് ഉത്തരം പറയാൻ അറിയത്തില്ല. ഈവൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, റയൻ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ വരെ അവൻ ചിലപ്പോ യുവർ നെയിം എന്ന് എന്നോട് തിരിച്ചു ചോദിക്കും. അതെ, അതേസമയം മൈ നെയിം എന്ന് പറഞ്ഞ മൈ നെയിം ഈസ് റയൻ എന്ന് അവൻ ഇങ്ങോട്ട് പറയും. അതെ, അത് അവന് ഭയങ്കര നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ആണ് അത്, ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റാത്തത്. അന്നേരം മനസ്സിലാക്കേണ്ട കാര്യം, അൺടിൽ ആൻഡ് അൺലെസ് കുട്ടി ഒരു സ്റ്റേജ് 4 സ്വന്തമായിട്ട് സെന്റൻസുകൾ ഉണ്ടാക്കാതെ സ്വന്തമായിട്ട് ഫ്രേസുകൾ ഉണ്ടാക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഈ വേർഡിന്റെ മീനിങ് ഇതാണ്. ഇപ്പം നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ എല്ലാം അതൊരു ജസ്റ്റ് ഓൾട്ട് ആണ്. നമുക്കത് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. ഓക്കെ, ഇപ്പൊ പിന്നീട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദ്യം ചോദിക്കും, അതിന്റെ ഉത്തരം അവര് തന്നെ പറയും, പിന്നെയും ചോദ്യം ചോദിക്കും. അങ്ങനെ കണ്ടീഷൻസ് അങ്ങനെ വരാറുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ പാറ്റേണില് സംസാരിക്കുന്ന കുട്ടികളും ഉണ്ട്. കാരണം ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ അവർക്ക് കിട്ടിയിട്ടുള്ളത് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ കുട്ടികളോട് ഇങ്ങനത്തെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉള്ള കുട്ടികളോട് നമ്മൾ ചോദ്യങ്ങൾ മിനിമൈസ് ചെയ്യുക, കൂടുതൽ ചോദിക്കാതിരിക്കുക. അതെ, കൂടുതൽ ഏർലി സ്റ്റേജസിലൊന്നും കൂടുതൽ ചോദിക്കാതിരിക്കാം. ചോദ്യങ്ങൾ ചോദിച്ചാല് അതൊരു ജസ്റ്റ് ഓൾട്ട് ആയി പോകും. ഇൻസ്റ്റെഡ് ഓഫ് പിന്നെ അത് ദാറ്റ് അങ്ങനെ എന്ത് തന്നെ ചെയ്യണം? പഠിച്ചു. അതെ, നമ്മള് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാ, അതെ, നമ്മള് കാര്യങ്ങൾ പറയുക. കുട്ടികൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നറേറ്റ് ചെയ്യുക. ഓക്കെ, ഐ ആം ജമ്പിങ്, ഐ ആം ഹാപ്പി, അങ്ങനെ വേരിയേഷൻസ് കൊടുക്കുക. ലെറ്റ്സ് ഗോ ടു പാർക്ക്, അങ്ങനത്തെ വേരിയേഷൻസ് നമ്മൾ കൊടുക്കുക. പിന്നെ വേറൊരു നമ്മള് കൺസേൺ കാണുന്നതാണ് ടു ആൻഡ് ഫ്രോ കമ്മ്യൂണിക്കേഷനിൽ ബുദ്ധിമുട്ടായിട്ട് വരിക. അത് ഇപ്പം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു കാര്യം ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല. ഇല്ല, അന്നേരം ബ്ലോക്ക്ഡായി പോവാണ്. നമ്മളിപ്പം അതെ, ഇപ്പൊ എന്റെ മോനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് ഒന്നെങ്കിൽ അവന് ഞാൻ ചോദിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് തോന്നും ചിലപ്പോ. ഞാൻ പറയുന്ന ഒന്നും അവന് മനസ്സിലാവുന്നില്ല. കാരണം അവൻ മിക്കപ്പോഴും ഞാൻ ചോദിക്കുന്നത് കേട്ട് ഒന്നേ പസിൽഡ് ആയിട്ട് എന്നെ നോക്കും, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ കാണിക്കും. കാരണം ഈ മുമ്പത്തെ ഇതിനകത്ത് പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽട്ടി ആണ്, അതാണ് ഒരു പ്രശ്നം. അപ്പൊ അത് ഭയങ്കരമായിട്ട് നമുക്കൊരു ബാക്ക് ആൻഡ് ഫോർത്ത് കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നം വരുന്നുണ്ട് ഭയങ്കരമായിട്ട്. അതെ, ഇതിനകത്തുള്ള എല്ലാ കുട്ടികൾക്കും വരണമെന്നില്ല. ഇത് നമ്മൾ കണ്ടിട്ടുള്ള റിസർച്ചിലുള്ള കുട്ടികളിൽ വന്നേക്കുന്ന കൺസേൺസ് ആണ്, അവരുടെ പേരൻസ് പറഞ്ഞിട്ടുള്ള കംപ്ലൈന്റ് ആണ്. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുവാണെങ്കിൽ SLPസിലും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാകാം. ചിലപ്പോൾ പ്രോബബ്ലി അതൊരു GLP ആയിരിക്കാം. അങ്ങനെ ഒരു ഇത് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതലായിട്ട് കുട്ടികൾക്ക് നമ്മള് ക്വസ്റ്റ്യൻസ് മിനിമൈസ് ചെയ്യുക, നമ്മള് മോഡൽ ചെയ്ത് കൊടുക്കുക അവരിങ്ങോട്ട് പറയേണ്ട കാര്യങ്ങൾ. പിന്നെ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവര് പറയുന്ന പോലെ നമ്മൾ നരേറ്റ് ചെയ്ത് കൊടുക്കുക. മുമ്പേ പറഞ്ഞ പോലെ, ജയ്മോള് പറഞ്ഞ പോലെ ഐ ആം ജമ്പിങ്,
ഐ എം ഫീലിംഗ് ഹാപ്പി, ഐ എം ഈറ്റിംഗ്, അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഒത്തിരി സൗണ്ട് ഒക്കെ ഉണ്ടാക്കുവാണ്, ഇപ്പൊ ടേബിളെ കിടന്ന് ചാടുവാണ്, ഓക്കെ, അങ്ങനെയൊക്കെ പറയുമ്പം നമുക്ക് പറയാം ഇറ്റ്സ് സോ ലൗഡ്. ഓക്കെ, ആ ഒരു സെൻസറി ലൈക് സെൽഫ് അഡ്വക്കേറ്റും കൂടെ ചെയ്യുക കുട്ടിയെ കൊണ്ട്. ഓക്കെ, നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞാൽ ഈ അപ്രോച്ച് വ്യത്യാസമാണ്. ഇപ്പം ടിപ്പിക്കലി ഡെവലപ്പ് ചെയ്യുന്ന കുട്ടിക്ക് ഡിലേ ഉണ്ടെങ്കിൽ നമുക്കൊരു ടേബിൾ ടോപ്പ് ആക്ടിവിറ്റി ചെയ്യാം. ഒരു വേർഡ് ടേബിൾ ടോപ്പ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നൊക്കെ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, കാർഡ്സ് കാണിക്കുക, അല്ലെ ഫ്ലാഷ് കാർഡ് കാണിക്കുക, അങ്ങനെ ഒരു വേർഡ് പറഞ്ഞാൽ നമുക്കത് കൂട്ടിച്ചേർത്തൊക്കെ പറയാം. ഇവരാണ് കൂടുതലും എന്താ ന്യൂറോ ഡൈവേർജന്റ് ആയതുകൊണ്ട് ഇവര് സെറ്റിലാകണമെന്നില്ലല്ലോ. സെറ്റിലായിട്ടുള്ള കുട്ടികളല്ല, അവര് പല മൂഡിലാണ് സെഷനിൽ വരുന്നത്. ഓക്കെ, ചിലപ്പോ കരഞ്ഞോണ്ട് വരും, ഓക്കെ, ചിലപ്പോ ഹാപ്പി മൂഡിൽ വരുന്ന കുട്ടികളുണ്ട്. ഓക്കെ, അന്നേരം ഇവരുമായിട്ട് നമ്മള് കണക്ട് ചെയ്യണം, ഇവരുമായിട്ട് നമ്മൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് നമ്മള് എന്താണ് പറയാ, ആ പ്ലേയില് ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പം കാറ് ആണ് കുട്ടിക്ക്, അത് നമ്മള് പേരൻസിനോട്, പേരൻസിന്റെ നമുക്ക് ഇൻപുട്ട് എടുത്ത് നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് കുട്ടിക്ക് കളിക്കാൻ ഇഷ്ടം, കാർ ഇഷ്ടമാണ്, കാറ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അത് വെച്ച് നമ്മൾ കുട്ടിയുടെ കളിച്ച് ഒരു ടൈം എത്തുമ്പോ കുട്ടിക്ക് നമ്മളെ ഇഷ്ടപ്പെടും, അവരുടെ ആ വേൾഡിലോട്ട് അവർ നമ്മളെ കടത്തിവിടും. അന്നേരം കുട്ടിക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് വെച്ച് നമ്മൾ കളിച്ച് ലൈക്ക് അന്നേരം അവര് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ കമ്പനി ഇഷ്ടമാകാൻ തുടങ്ങും. അത് നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ആസ് എ പേരന്റ് ഇപ്പൊ തെറപ്പിക്ക് പോകുമ്പോൾ ആണെങ്കിലും കുട്ടി ചിലപ്പോ സന്തോഷിച്ച് പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? തെറപ്പിസ്റ്റുമായിട്ട് കളിക്കാൻ കുട്ടിക്ക് ഇഷ്ടമാണ്. ചിലപ്പോ തെറപ്പിസ്റ്റ് ആ റൂമിൽ കാണത്തില്ല, പക്ഷെ കുട്ടിയായി തെറപ്പിസ്റ്റിനെ അന്വേഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലൈക് അവര് നോൺ വെർബലി ലൈക് ആ ഒരു സൈൻ ആണ്, കുട്ടി കണക്ട് ആണ് തെറപ്പിസ്റ്റുമായിട്ട്. ചില കുട്ടികളാണെങ്കിൽ നമ്മളെ കാണാത്തപ്പം ഡോറയിൽ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കൊട്ടും. ഓക്കെ, അന്നേരം അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെയാണ് ലൈക് നമ്മള് എത്ര എക്സൈറ്റഡ് ആണ്. ഓക്കെ, നമ്മള് അവരുമായിട്ട് കണക്ട് ആയി എന്നാണ് അതിന്റെ അർത്ഥം. ഈവൻ ഇത് തെറപ്പിസ്റ്റിന് മാത്രമല്ല പേരൻസിനും ഇങ്ങനെ തന്നെ ഈ സ്ട്രാറ്റജീസ് തന്നെ യൂസ് ചെയ്യാം അല്ലേ? അതെ അതെ അതെ, ചെയ്യാൻ പറ്റുന്നത്. അതെ, പേരൻസ് ഇതില് ഇതേ സ്ട്രാറ്റജീസ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അവര് വീട്ടിലൂടെ ചെയ്യുമ്പോഴാണ് ലൈക്ക് കൂടുതൽ ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് വരുത്താനായിട്ട് സാധിക്കുന്നത്. നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, കുട്ടിയുടെ ഇൻട്രസ്റ്റ് വെച്ച് കളിക്കുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ ആ ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് കുട്ടി പറയുന്ന എന്താണോ അതൊക്കെ നമ്മൾ അക്നോളജ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ലൈക് ഇത് നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെ വിചാരിച്ചാൽ മതി. അതായത് ഇപ്പം കുട്ടി ഇപ്പം വാവ് എന്ന് പറഞ്ഞു, ഉപ്സി എന്ന് പറഞ്ഞു, നമ്മളും അതൊക്കെ റിപ്പീറ്റ് ചെയ്യും അല്ലെ. നമുക്ക് ചിലപ്പോ മനസ്സിലാവത്തില്ല, ഭയങ്കര വലിയ എന്തേലും സ്ട്രിങ്സ് ഓഫ് സൗണ്ട് ആണെങ്കിൽ, സൗണ്ട് ട്രാക്ക് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അന്നേരം നമുക്ക് എന്താണോ മനസ്സിലായത് അത് പറഞ്ഞാൽ മതി, കുട്ടി സാറ്റിസ്ഫൈഡ് ആയിക്കോളും. അല്ലെങ്കിൽ നമ്മളൊന്ന് തലയാട്ടിയാ മതി. നമ്മളൊരു ഫ്രണ്ട് പോലെ ആകും അവരുടെ അടുത്ത്. പ്ലേ പാർട്ട്ണർ പോലെ ആകുവാണ്. അവരുടെ ലെവൽ എന്താണോ ആ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ്. നമ്മൾ ആസ് എ പേരന്റ് എന്നല്ല, ആസ് എ തെറപ്പിസ്റ്റ് എന്നല്ല, ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചെല്ലുകയാണ്. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ യെസ് എന്ന് പറഞ്ഞാലും മതി, യാ എന്ന് പറഞ്ഞാലും മതി, അത് മതി അവർക്ക്. എന്നെ മനസ്സിലാക്കണം, ഇത്രയും നാളും അവരെ ആരും കേട്ടിട്ടില്ല. ഓക്കെ, അന്നേരം ലൈക്ക് ഒരു തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ അമ്മയ്ക്ക് അത് പേരൻസിന് അത് മനസ്സിലാകുവാണ്. ഓക്കെ, ഇതിന് മീനിങ് ഉണ്ടെന്ന് പറയുമ്പോ അവര് നോക്കിയിരിക്കും, നമ്മളെ ഐ കോണ്ടാക്ട് തന്നിരിക്കും.
പിന്നെ നമ്മളെ ഇതില് ആസ് പേരൻസ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കണ്ടുപിടിക്കണം, ട്രാക്ക് ചെയ്യണം, ഏതൊക്കെ വീഡിയോസ് ഉം. ആണ് കാണുന്നത്, ഏതൊക്കെ ഉം ഉം. റൈംസ് ആണ് കാണുന്നത്. അത് നിങ്ങൾ തെറപ്പിസ്റ്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുവാണെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ ഓക്കെ, നമ്മളൊരു മനസ്സിലായി. ഡിറ്റക്റ്റീവ് വർക്ക് ചെയ്യണം. അത് എപ്പോഴും ഒരു ഉം ട്രയൽ ഉം. ആൻഡ് ഇറർ ആണ്. ഓക്കെ, നമുക്ക് ഉം എല്ലാം ഉം. മനസ്സിലാകണമെന്നില്ല. പേരൻസിനാണേലും ഉം. തെറപ്പിസ്റ്റിനാണേലും നമ്മൾ അങ്ങ് ഇട്ടുകൊടുക്കുവാണ്, ചിലപ്പോൾ അതൊക്കെ ഓക്കെ ശരിയാകും. ഓക്കെ ഓക്കെ. ഓക്കെ, പിന്നീടാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കണം. ലൈക്ക് ഇതൊരു ഉം. നമ്മൾ നിങ്ങൾ പല തെറപ്പിസ്റ്റിന്റെ അടുത്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ആ പേരിൽ തന്നെയുണ്ട് സ്പീച്ച് തെറപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ സംസാരിക്കണമല്ലോ. അതെ 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 അതെ. അന്നേരം ഈ GLP-യിൽ ഒത്തിരി സംസാരിക്കരുത്, GLP കുട്ടികളെ ഉം ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്. കാരണം ഇവർക്ക് ഓൾറെഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, ഉം. ഉം. അത് നമ്മൾ എടുക്കുവാണ്, എക്സ്ട്രാക്ട് ചെയ്തെടുക്കലാണ് നമ്മുടെ ജോലി. ഓക്കെ. അന്നേരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പോസ് കൊടുക്കുന്നില്ലെങ്കിൽ കുട്ടിയുടെ ചെസ്റ്റ് ഹോൾഡ് നമ്മൾ മിസ് ചെയ്യും, കുട്ടിയുടെ റെസ്പോൺസ് നമ്മൾ മിസ് ചെയ്യും. ഞാൻ ഫോളോ ചെയ്യുന്ന റൂള്, ലൈക്ക് എല്ലാ തെറപ്പിസ്റ്റും ഫോളോ ചെയ്യുന്ന റൂൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു അട്രൻസ്, ഒരു നമ്മൾ മോഡലിംഗ് കൊടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പം ലെറ്റ്സ് സീ ദ ബുക്ക് എന്ന് നമ്മൾ പറഞ്ഞാൽ ഒരു 10 സെക്കൻഡ് നമ്മളൊന്ന് കൗണ്ട് ചെയ്യും, അല്ലെ ഒരു 10-20 സെക്കൻഡ് നമ്മളൊന്ന് കൗണ്ട് ചെയ്തിട്ട് എന്നിട്ട് അന്നേരം നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്, കുട്ടി എന്തേലും പറയുമോ. ഓക്കെ. അതെ, നമ്മൾ ന്യൂറോടിപ്പിക്കൽ കുട്ടികളാണെങ്കിലും നമ്മൾ അവർക്ക് ടൈം കൊടുക്കുമല്ലോ. അതെ അതെ അതെ. ഇവർക്ക് കുറച്ചുകൂടെ ടൈം വേണം. ലാംഗ്വേജ് പ്രോസസ് ചെയ്യുന്നത് വ്യത്യാസമാണ്. നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലാകണം, അല്ലെ ചോദ്യം ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകണം, എന്ത് ഉത്തരം പറയണം, ലൈക്ക് അതൊക്കെ അവർ ആലോചിക്കണ്ടേ, അതിന് നമ്മൾ ടൈം കൊടുക്കണം. പിന്നെ മറ്റേത് റെഡ്യൂസിങ് ക്വസ്റ്റ്യൻ, അതായത് ഏർലി സ്റ്റേജസിൽ നമ്മൾ ക്വസ്റ്റ്യൻസിൽ വർക്ക് ചെയ്യാൻ പാടില്ല, കൂടുതൽ ചോദിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുക. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പിന്നെ സെൻസറി റെഗുലേഷൻ, ഇപ്പം എന്താ പറയാ, കുറച്ചൊരു ഹൈപ്പറായിട്ടാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ ഇപ്പോൾ ഉള്ളതെങ്കിൽ അവർക്കൊരു ബ്രേക്ക് കൊടുക്കുക. എപ്പോഴാ കുട്ടി റെഗുലേറ്റ് ആയിട്ടാണ് റെഗുലേഷൻ അറിയാലേ, ലൈക്ക് എങ്കിലും റെഗുലേറ്റ് ആയിട്ടിരിക്കുന്ന മറ്റേ, അതായത് പല രീതിയിലും കുഞ്ഞ് അപ്സെറ്റ് അല്ല, അല്ലെങ്കിൽ ബിഹേവിയറൽ ഇഷ്യൂസ് കാണിക്കുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതല്ല റെഗുലേറ്റഡ് എന്ന് പറയുന്നത്. റെഗുലേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. ആ റെഗുലേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ പറയുന്ന ലാംഗ്വേജ് മോഡൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അന്നേരം റെഗുലേഷനിലാണ് നമ്മൾ ആദ്യം വർക്ക് ചെയ്യേണ്ടത്. കുട്ടിക്ക് ഇപ്പം ഇരുന്ന് ചെയ്യാൻ താല്പര്യമില്ല, കുട്ടിക്ക് മൂവ്മെന്റ് സീക്കിംഗ് ആണുള്ളത്, ഓടണം അല്ലെങ്കിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള സാധനങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ജിം ബോളിൽ ഇച്ചിരി നേരം കളിക്കാൻ കൊടുക്കുക. മെയിനായിട്ട് നമ്മൾ ഈ ബോണ്ട് കണക്ഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അവർ പിന്നെ വരും. നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് തിരിച്ചു വിളിക്കാം, അന്നേരം കുട്ടി വരും. പിന്നീടുള്ള ഒരു കാര്യം, ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രസ്യൂം കോമ്പീറ്റൻസ് എന്നുള്ളത്. ഇതെന്ന് പറഞ്ഞാല് ഓൾറെഡി കുട്ടിക്കെല്ലാം അറിയാം. ഓക്കെ, നമ്മുടെ കുട്ടിക്ക് എല്ലാം അറിയാം, എല്ലാം മനസ്സിലാകുന്നുണ്ട്. പുതിയ എന്തൊരു കാര്യമാണേലും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യത്തില്ല. നമുക്കൊരു ഡൗട്ട് വരത്തില്ല, ഇങ്ങനെ പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാകുമോ, അങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് വരത്തില്ല. GLP-യിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പറയുന്നതിൽ, എക്സ്പ്രഷനിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അതെ അതെ അതെ. കുട്ടികൾ സംസാരിക്കുന്നതിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മള് മനസ്സിലാക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ ആയിക്കോളും. അതാണ് അതിന്റെ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട്. നമ്മൾ ഇരുത്തി എന്താണ് പറയുക, അവരെ ഒന്നും എന്താ പറയാ, ഇത് ചെയ്യ്, അല്ലെ ബോഡി പാർട്സ് കാണിക്ക്, ഈറ്റിംഗ് എവിടെ, വാഷിംഗ് എവിടെ, അങ്ങനെ ഒരു കോംപ്ലയൻസ് ബേസ്ഡ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഒരു കാര്യമില്ല. ഇത് തന്നെ സംസാരിക്കുന്ന കൂട്ടത്തില് തന്നെ അണ്ടർസ്റ്റാൻഡിങ് കൂടും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു സ്റ്റേജ് 3 കണ്ട ഒരു കുട്ടി, അതായത് സിംഗിൾ വേർഡ് 2 വേർഡ് കോമ്പിനേഷൻസ് ഉള്ള കുട്ടി, അവൻ പതിയെ സ്റ്റേജ് 4 ആയി. ഓക്കെ, അന്നേരം ലൈക്ക് പേരന്റ് പറഞ്ഞത് എന്താന്ന് വെച്ചാല്,
അവനിപ്പോ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്, കൂടുതൽ കോംപ്ലക്സ് കമാൻഡ്സ് ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. സൈക്കിള് ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കുട്ടി സൈക്കിൾ ഓടിക്കുന്നു. സൈക്കിളൊക്കെ ഓടിക്കാൻ നമ്മൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ കമാൻഡ്സ് ഫോളോ ചെയ്യണം. ആദ്യം ഈ കാലെടുത്ത് വെക്കണം, റൈറ്റ് ഹാൻഡ് എടുത്ത് റൈറ്റ് ലെഗ് വെക്കണം, പിന്നെ ലെഫ്റ്റ് ലെഗ്. അങ്ങനെ കുട്ടി പല പല പുതിയ സ്കിൽസ് എക്സ്പ്ലോർ ചെയ്തു. അതെങ്ങനെ സംഭവിക്കുന്നു? പക്ഷെ ആ കുട്ടിക്ക് ആകെ ബ്ലോക്സ് വെച്ച് കളിക്കാൻ മാത്രമേ ഇഷ്ടം ഉണ്ടായിരുന്ന കുട്ടിയാണ്. ഈ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന കൂട്ടത്തില് കുട്ടിയുടെ പ്ലേ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. നമ്മളുമായിട്ട് ആ കണക്ട് ചെയ്യുമ്പോഴത്തേ കുട്ടി പുതിയ 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 കാര്യങ്ങൾ അവർ എക്സ്പ്ലോർ ചെയ്യും നമ്മുടെ കൂട്ടത്തില്. അപ്പൊ അവരുടെ ആ ഒരു റെസ്ട്രിക്റ്റീവ് ഇൻട്രസ്റ്റുകളിൽ നിന്ന് മാറി അവരുടെ ഇൻട്രസ്റ്റുകളൊക്കെ കുറച്ചും കൂടി എക്സ്പാൻഡഡ് ആവും. കുറച്ചും കൂടി ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കും. അതേപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് തന്നെ ഈ മുമ്പേ പറഞ്ഞ എക്കോലേലിയ, അങ്ങനെ ഈ ജാർഗൺസ് ഉപയോഗിക്കുക. അപ്പൊ അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും ഇപ്പൊ ഈ ഒരു കാര്യങ്ങള് ഇംപ്രൂവ്ഡ് ആവുന്നതനുസരിച്ച്. അതെ അതെ. ഓക്കെ. വേറൊരു കാര്യമുള്ളത്, ഈ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും ആ സ്റ്റേജ് 1 അത് കാണും. എന്തുകൊണ്ട് അത് വരുന്നത്? ഇടയ്ക്കിടയ്ക്ക് അത് നമുക്ക് കേട്ടോണ്ടിരിക്കാം. കാരണം ആ ഒരു മൊമെന്റില് കുട്ടിക്ക് ലാംഗ്വേജ് ഇല്ല പറയാനായിട്ട്. അന്നേരം അവർക്ക് ഈസിലി ആക്സസിബിൾ ചെയ്യാൻ പറ്റുന്ന ആ ജസ്റ്റോൾട്ട് മാത്രമാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് പണ്ട് പഠിച്ച് അതെന്തെങ്കിലും എടുത്ത് അവിടെ ഇടുവാണ്. അതെ അതെ. ഈ മെയിനായിട്ട് ഞാൻ ഈ എന്താ പറയാ അങ്ങനെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം സ്ലോഗൻസ് പാടുന്ന കുട്ടി ആ ഒരു മൊമെന്റിൽ അവൻ എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. അന്നേരം അവന് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന സാധനം ആ സ്ലോഗൻ മാത്രമാണ്. അത് നമ്മളോട് പറയും. ഓക്കെ ഓക്കെ. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു ഇങ്ങനത്തെ ഒരു ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്കിത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയ എല്ലാ കാര്യങ്ങളും ഫിറ്റ് ചെയ്യുന്ന ഒരു മോൻ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കിത് മനസ്സിലാക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. പക്ഷെ ഇതിപ്പം ഇപ്പൊ സ്റ്റേജ് 1 ഒക്കെ ആയിട്ട് ചെറിയ കുട്ടികളായിട്ടുള്ള അവരുടെ പേരൻസിന് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കത്തില്ല അവരുടെ കുട്ടി ഒരു ജസ്റ്റ് ലാംഗ്വേജ് പ്രോസസ്സർ ആണെന്നുള്ളത്. പക്ഷെ അതവർ ആ ഒരു ഏജിൽ തന്നെ അറിയുവാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കേണ്ട അപ്രോച്ചും ഒരു ഡിഫറെന്റ് രീതിയിലാണെങ്കിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് ഫ്യൂച്ചറിലോട്ട് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ ഓക്കെ. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ ഈ GLP ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ കറക്റ്റ് അപ്രോച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലതായിട്ട് ലാംഗ്വേജ് ഡെവലപ്പ് ആയിട്ട് വരുമോ? നമ്മൾ കറക്റ്റ് ആയിട്ടാണ് അപ്രോച്ച് കൊടുക്കുന്നതെങ്കിൽ അതാണ് ഓരോ കുട്ടികളുടെയും സെൻസറി പ്രൊഫൈൽ എന്താണ്. ഓക്കെ, ഇപ്പം ഇരിക്കാൻ ഒട്ടും ഇപ്പൊ ഒരു 8 വയസ്സായിട്ടും സെറ്റിൽ ആകാത്ത മക്കളുണ്ട്. ഓക്കെ, അവർക്കൊക്കെ ആണെങ്കിലും അന്നേരം ഇതെല്ലാം റിലേറ്റഡ് ആണ്. അന്നേരം ചിലപ്പോൾ ഈസിലി അവർക്ക് ആ ഫ്ലെക്സിബിൾ ലാംഗ്വേജ് കിട്ടണമെന്നില്ല. അന്നേരം അവർ പിന്നെയും ആ സ്റ്റേജ് 1 പോകും. ചില സ്റ്റഡീസ് ഒക്കെ പറയുന്നത് സ്റ്റേജ് 3 തന്നെ 1 വർഷത്തോളം ഒക്കെ ഉണ്ടാകുന്ന കുട്ടികളുണ്ട്. 1 വേർഡ് അല്ലെങ്കിൽ 2 വേർഡ് കോമ്പിനേഷൻസ് ഉള്ളത്. പക്ഷെ നമുക്കൊരു എത്രത്തോളം നമുക്ക് പക്ഷെ ഒരു പറയാൻ പറ്റത്തില്ല. എനിക്ക് ഇപ്പൊ 6 മാസം കൊണ്ട് ലൈക്ക് ഇപ്പൊ സ്റ്റേജ് 1 കുട്ടി സ്റ്റേജ് 2 പോകും. പല ഫാക്ടേഴ്സ് ഉണ്ട്. അത് വീട്ടിലെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പറയുന്ന സ്ട്രാറ്റജീസ് ടൈം ഫ്രെയിം നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ അപ്രോച്ചസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇംപ്രൂവ്മെന്റ്സ് വരും. നല്ലോണം ഇംപ്രൂവ്മെന്റ്. അതായത് ട്രഡീഷണലി നമ്മൾ സാധാരണ പറയുന്ന പോലെ പണ്ട് മുതലേ ചെയ്യുന്ന രീതികളല്ലാതെ കുറച്ചൊന്ന് മാറി ഉള്ള രീതിയിലുള്ള അപ്രോച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് എല്ലാം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് അതിനൊരു ടൈം ഫ്രെയിം ഒന്നും പറയാൻ പറ്റത്തില്ല. അതെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ടീനേജിലാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, 13 വയസ്സിൽ 14 വയസ്സിൽ. പക്ഷെ കുട്ടി ഒത്തിരി കോംപ്ലയൻസ് ബേസ്ഡ് തെറപ്പി, ട്രഡീഷണൽ തെറപ്പി ഒത്തിരി അറ്റൻഡ് ചെയ്തു പോയി. ബോണ്ട് ക്രിയേറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ പിന്നീട് പേരൻസുമായിട്ട് അല്ലെങ്കിൽ തെറപ്പിസ്റ്റുമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്തില്ല.
ഒരു വേർഡ് പറഞ്ഞത്, പിന്നെ സെന്റൻസ് ട്രിപ്പുകളൊക്കെ ഇല്ലേ, ഐ വാണ്ട് ഉം, ആപ്പിൾ. ഉം, ഓക്കെ, ഉം, ഇത് കഴിഞ്ഞിട്ട് ഇത് അങ്ങനത്തെ സെന്റൻസുകളൊക്കെ കുറെ കുട്ടി പഠിച്ചു. അങ്ങനത്തെ ഉം, ഉം. ഹിസ്റ്ററി ഉണ്ടെങ്കിലും ഇതിൽ ഇമ്പ്രൂവ്മെന്റ് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ. ഒത്തിരി അപ്പൊ നമ്മൾ കോമേഴ്സ് ഏറ്റവും ബേസ്ഡ്. ഏർലി ആയിട്ട് ഇത് നമ്മൾ ഇങ്ങനത്തെ ഒരു GLP മോഡൽ അങ്ങനത്തെ അപ്രോച്ച് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും ബെനിഫിഷ്യൽ ആണ്. അതെ, അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും അത്. ഓക്കെ. ഓക്കെ. ഇനിയുണ്ടോ? സ്ലൈഡ് ഉണ്ടോ? വേറെ ഉണ്ടോ? ലാസ്റ്റ് ഇല്ല, ആണോ? ഇത്രേ ലാസ്റ്റ്. ഉള്ളൂ. ആ. അപ്പൊ GLP യെ കുറിച്ച് നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തന്ന ജയമോൾക്ക് താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനിയും ഒരുപാട് ടോപ്പിക്സിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ വ്യൂവേഴ്സിന് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം. നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. താങ്ക് യു ജയമോൾ അഗൈൻ.